തൃശ്ശൂർ കയ്പമംഗലം പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, സ്ഥലം MLA, MP ഇവരൊക്കെ ഈ പ്രദേശത്തുള്ള ജനങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖം തിരിച്ച് പോകുന്നതെന്നൊരു പിടുത്തില്ലട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്പമംഗലം പഞ്ചായത്തിൽ കൂരുക്കുഴി പഞ്ഞമ്പള്ളി റോഡുണ്ട്, വളരെ മോശമായിട്ട് കിടക്കുന്നുണ്ട്. ഇതിലെ കുട്ടികൾ പോകുന്നുണ്ട്, സാധാരണ സ്ത്രീകൾ, സാധാരണക്കാർ. ഒരു ബസ് റൂട്ടാണ്, അത്യാവശ്യം വീതിയൊക്കെയുള്ള റോഡാണ്. കരാറുകാരെ കിട്ടുന്നില്ല, ഫണ്ട് പാസ്സാവുന്നില്ല, ഫണ്ട് വരുന്നു, ഇതിപ്പോൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കാല ഭരണസമിതി ആയാലും ഈ കാല ഭരണസമിതി ആയാലും എല്ലാവരും ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റോഡിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വളരെ മോശമാണ്. ഒരു അപകടം വന്നതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ഇതൊക്കെ നികത്തിയിട്ട് കാര്യമില്ല. അത് വരുന്നതിന് മുമ്പ് അധികാരികളിലേക്ക് പരമാവധി നമ്മൾ ഈ വീഡിയോസൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർ പരമാവധി ഈ റോഡൊന്ന് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രദേശത്തെ അത്യാവശ്യ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡല്ല വേണ്ടത്. അപ്പോൾ അധികാരികൾ ഇവരോട് കുറച്ചും കൂടെ ദയ കാണിച്ചുകൊണ്ട് ആ റോഡിൻ്റെ കാര്യത്തിൽ വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ കേട്ടോ. ഈ പ്രദേശത്തുള്ള ഓരോ പ്രതിഷേധം ഞാൻ കാണിച്ചു തരാം. റോഡിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയാനില്ല. ഇപ്പോൾ എല്ലാവർക്കും അതിനാണ് ഇതിലൊക്കെ പോകണമെന്ന് നമുക്കറിയാലോ. ഒരു ഓട്ടം പ്രതി പോയിട്ടുണ്ട് വരുമ്പോൾ 60 റുപ്യ ഓട്ടം പോയിട്ടുണ്ട് വരുമ്പോൾ 10,000 റുപ്യ ചെലവ്. എങ്ങനെ അതൊടീന് ആക്സിഡൊടീന് ഇപ്പൊ ഇന്നലെ തന്നെ പോയിട്ട് 3000 ചെലവാക്കിയിട്ട് വന്നു. ബസ്സാര് ബസ്സാര് പറഞ്ഞ 80,000 റുപ്യന് കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് ഓടിച്ചിട്ട് പൊട്ടിയിട്ട് പോയത്. അത്ര പൈസ എത്ര ബസ് റൂട്ടുണ്ട് ഇതിൽ? എത്ര ബസ്? 5 വണ്ടി ഓടുണ്ട്. 5 ബസ്സല്ലേ? അല്ല, അവര് കുറ്റം പറയാൻ പറ്റില്ല. അവർ ഒരാൾക്കാർ കുറ്റം പറയാൻ പറ്റില്ല. അവരൊക്കെ ഒരുപാട് കാലം പറയുന്നു ഇങ്ങനെ വരാൻ പറ്റൂല. അവർ ഒരുപാട് അത്രയും മോശം അവസ്ഥ. ടൂ വീലർ പോയി ഒരു മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് ടൂ വീലർ പോയിട്ട് വെച്ച് കഴിഞ്ഞാല് വെള്ളത്തിൽ വീട്ടിൽ മുങ്ങിപ്പോവും. അത്രയും വലിയ കുഴികളാണ് കിടക്കുന്നത്. ഇവിടുത്തെ അതുപോലെ ഒട്ടും സൈക്കിൾ വണ്ടിക്കാര്, സ്കൂൾ കുട്ടികള്, ഇവരൊക്കെ സ്കൂൾ കുട്ടികൾക്ക് അതിലൊക്കെ പോകണം അത്ര വളരെ ബുദ്ധിമുട്ടാണ്. അതല്ല കൈയണ്ടിച്ചു കിഴക്കോട്ട് കൊപ്രകളത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് 10 റുപ്യ കിട്ടണേണ്. നമുക്ക് ഓട്ടം പോകാൻ പറ്റുന്നില്ല. കിഴക്കൊന്നും ഇങ്ങോട്ടും വരില്ല. അത് കിട്ടണ എല്ലാവരും ഓട്ടം കിട്ടും. അവസ്ഥയിൽ പറഞ്ഞു. ഇതിപ്പോ എത്ര കൊല്ലം ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? 10-15 കൊല്ലമായിട്ടുണ്ട്. 5 കൊല്ലമായി. വളരെ മോശം, തിരിഞ്ഞു നോക്കില്ല. 3-5 കൊല്ലമായിട്ട് റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ്? നടന്നു പോകാൻ പറ്റാത്ത പോലെ അവസ്ഥയായിപ്പോയി റോഡ്. കാരണം വണ്ടിക്കാരൊക്കെ ആണെങ്കിൽ വണ്ടി ബുദ്ധിമുട്ട്, പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്, വണ്ടി ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. എത്ര നാളായി ഇങ്ങനെ, എത്ര പ്രാവശ്യമായി പറയുന്നത്. ആദ്യം പറഞ്ഞ ഫണ്ട് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ശരിയാവും എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്നല്ലാണ്ട് റോഡ് നന്നാക്കുന്നൊരു കാണില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാട്ട് പോക്കൊക്കെ നിർത്തി. കാരണം വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വല്ല വയ്യാണ്ടിരിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ പോകും. എത്രയോ പെണ്ണുങ്ങൾ വണ്ടിയായിട്ട് വീണെന്നറിയാമോ? എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കണ്ടേ പറ്റൂ. അതെ, നമ്മുടെ ഒരു വണ്ടിക്കാരുണ്ട്, ഞാൻ നമ്മളെ പഞ്ഞമ്പള്ളി റോഡില്ലേ, റോഡിനെ പറ്റിയിട്ട് ഒരു 2 വാക്കൊന്ന് പറയാൻ പറ്റുമോ? ആ റോഡിനെ പറ്റി വണ്ടി സൈഡാക്കൊന്ന്. ഓക്കെ, ഒന്ന് സൈഡാക്കും. പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നവർ. ഇതിൻ്റെ അധികാരികൾ ആരായിക്കോട്ടെ, നമ്മുടെ രാഷ്ട്രീയമോ മറ്റുള്ളതല്ല പറയണത്. ഇവിടെ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ റോഡ് എല്ലാവർക്കും അറിയാം. ഇതിൽ വന്നവർക്കൊക്കെ അറിയാം. ഈ കൊപ്രക്കളം, പഞ്ഞമ്പള്ളി, കുരുക്കുഴി റോഡുകൾ ഭയങ്കര ശോചനീയാവസ്ഥയിൽ തന്നെയാണ്. അതിനെന്തായാലും ഒരു നടപടി എടുത്തേ പറ്റൂ എത്രയും പെട്ടെന്ന്. പല ആൾക്കാരും ഇതിനെതിരെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പോകുമ്പോഴാണ് കണ്ടത്. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കാൻ വന്നതിന് വളരെയധികം നന്ദി. കാരണം കുരുക്കുഴിക്ക് ഇപ്പോൾ കുരുക്കുഴിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം ഉള്ളത് ഈ റോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൊപ്രക്കലത്തു നിന്ന് ഒരു ഓട്ടം പഞ്ഞമ്പള്ളി പോയി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക കൊടുങ്ങല്ലൂർ വരെ പോകേണ്ട സമയം എടുക്കുന്നുണ്ട്. തന്നെയല്ല, ഒറ്റ പോക്ക് പോയി വരുമ്പോൾ തന്നെ വണ്ടിയുടെ ഏകദേശം കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകും. അപ്പോൾ എന്തായാലും അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയമോ മറ്റുള്ളതോ ആരെങ്കിലും കുറ്റപ്പെടുത്തലോ ഒന്നല്ല. ഇത് നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വണ്ടിയുള്ളവർ മാത്രമല്ല, എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവർ പോകുന്ന വണ്ടി, സൈക്കിള്, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിൽ കാണുന്നുണ്ട്, പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിച്ച്, കാരണം ഇപ്പം ഇനി മഴ എന്ന് പറഞ്ഞിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അപകടങ്ങൾ ആരാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുന്നത് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് അതിലൊരു തീരുമാനമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ 18 മുറി ചെന്നപ്പോൾ പറഞ്ഞു അവിടുത്തെ റോഡ് ബസ് സർവീസ് നിർത്തിയെന്ന് പറഞ്ഞു.
അതിന്റെ ഒരു കാരണം എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി നോക്കിയപ്പോ കണ്ടില്ല, റോഡില്ല അവിടെ ശരിക്കും. ഞങ്ങൾക്ക് അതിൽ ഓടിച്ച് എത്തിക്കാൻ പറ്റണില്ല വണ്ടി. അതിനുള്ളിൽ റോഡ് ഇപ്പൊ ചുരുങ്ങി ഇതൊരു 3 വർഷത്തോളം എങ്കിലും അതിന്റെ ഇത് ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട് ഓരോ ഇതിലും ഒരു വേനലിലും ഇപ്പൊ ചെയ്യും എന്ന് പറഞ്ഞിട്ട് റോഡിന്റെ അവസ്ഥ വളരെയധികം മോശമായി പോകാന്നല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല അവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എല്ലാ ആഴ്ചയിലും മെയിൻ്റനൻസ് ആണ്. ഇതിപ്പോ നാളെ ഓഫ് ഡേ ആണ്. മുഹറം വേണ്ടി ഞങ്ങള് വണ്ടി ഓടുന്നില്ല, സർവീസിന് കൊണ്ടുപോകണം. ഒരു മാസത്തിലൊരു 8,000-9,000 എക്സ്പെൻസ് എക്സ്ട്രാ എക്സ്പെൻസ് വേണ്ടിട്ട് മുതലാളിമാർക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് അവരായിട്ട് തീരുമാനം എടുത്താണ്. ഇവരാന്ന് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പറയാം കല്ല് നടുക, വാഴ നടുക, അതൊക്കെ. പിന്നെ സ്കൂൾ വണ്ടികളായി ഇപ്പോൾ അതിനുള്ളിൽ കൂടെ സ്കൂൾ വണ്ടി എല്ലാവരും ദുരിതത്തിൽ തന്നെയാണ്. കാരണം അതിലും തട്ടലും മുട്ടലും ഉണ്ടാവാണ്ടിരിക്കാൻ ഓടാണ്ടിരിക്കാൻ നല്ലത്. അതിനുള്ളിൽ എത്ര വണ്ടിയുണ്ട് ഇപ്പൊ? ടോട്ടൽ അവിടേക്ക് 5 വണ്ടി സർവീസ് നടത്തുന്നുണ്ട്. ഇതൊക്കെ രാത്രിയിലും കൂടി അങ്ങോട്ട് പോണതാ. 7:30 ലാസ്റ്റ് വണ്ടി ഇതാ. ഈ വണ്ടിയൊക്കെ അതിന് ഞങ്ങൾ എന്തെന്ന് വെച്ചിട്ട് ഓടാ. ജനങ്ങൾക്ക് ഒരു ഉപകാരമുള്ള സംഭവമായിരുന്നു. ഉപകാരമായിരുന്നു, നമ്മളത് ഓടാൻ തയ്യാറായിരുന്നു. പക്ഷെ പിന്നെ ഇത് ഇപ്പൊ തീരെ റോഡിലുണ്ടായി. മഴ കൂടി വെള്ളക്കെട്ടായപ്പോ കുഴി കാണാൻ പറ്റണ്ടായിട്ട് സൈഡ് കൊടുക്കാനൊന്നും പറ്റണ്ട. ഇല്ല, എത്ര വണ്ടികള് ഇവിടെ നിന്ന് കടന്നു പോകും. നമ്മള് മെയിൻ റോഡിൽ വരുമ്പോ ഡാമേജ് ആയിട്ട് വഴിയിലെടുക്കുന്ന വണ്ടികള് എക്സ്പെൻസീവ് ആണ്. അത് കാരണം പിന്നെ നഷ്ടമായാലും ഇവിടെ എടുക്കാന്ന് വെച്ചിട്ട്. അപ്പൊ റോഡ് പണി കഴിയുന്നേരക്കും ഓടുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് 5 വണ്ടികളും. എല്ലാ വണ്ടികളും 5 വണ്ടികളും. കടക്കാർക്കും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. കാരണം സ്ഥിരമായിട്ട് വെള്ളക്കെട്ടും, അതുപോലെ തന്നെ മറ്റേ ചെളി തെറിക്കല്, അത് എല്ലാ സമയത്തും പൊടി പാറില്ല, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അത് എല്ലാ പാർട്ടികളും കൂടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പഞ്ഞമ്പള്ളിയിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ഒരുമയില്. അപ്പം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്, എല്ലാ പാർട്ടികളും കൂടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകൾ എല്ലാവരും കൂടിയിട്ടാണ്. ഇവർ പറയും പഞ്ചായത്താരെഴുത്തലും പറയും അത് MLA-ആണ്, MLA-തരും അവർ പറയും പഞ്ചായത്താരാണ്. ഇവർ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പഴിചാരിൽ മാത്രമേ ഉള്ളൂ, ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ മാത്രം. കടയിൽ ഇപ്പോൾ 2 വീലറായാലും ഓട്ടോറിക്ഷ ആയാലും ഈ കുണ്ടും കുഴിയും കഴിഞ്ഞിട്ടുണ്ട് വണ്ടികൾ വന്ന് നിർത്തി കട മുമ്പിൽ വന്ന് നിർത്തിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് പോകാൻ അത് വരിക്ക് പറ്റണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈസൺ മാഷക്ക് മുമ്പുള്ള സമയത്തും ഇത് കേടായി കിടക്കണത് തന്നെയാണ്. മാഷ കുഴപ്പമാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഫണ്ടായി പാസ്സായിട്ടുണ്ടായി പറയുണ്ടായിരുന്നു. അത് കൊട്ടേഷൻ എടുക്കാൻ ആളില്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോ നമുക്കറിയില്ല. മാഷ നമുക്ക് ഇതിൽ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. പല പല കാര്യങ്ങൾ അങ്ങനെ പറയുന്നു. ഇപ്പൊ 4 ദിവസമായിട്ട് 4-5 ദിവസമായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ നിർത്തി വെച്ചിരുന്നു. ഒരു ഇപ്പൊ സാധാരണക്കാരൻ 2 ആൾ വെച്ചിട്ട് വരുന്ന ചന്ദ്രാപ്പിന് നമുക്ക് ഓട്ടോറിക്ഷ കൂടെ വരണമെങ്കിൽ 80 റുപ്യ വേണം എവിടെയും പോകാൻ. ഇവിടുന്ന് നമുക്ക് പോകാനും വേണം 80 റുപ്യ. അപ്പൊ 19-20 റുപ്യ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഇപ്പൊ 160 റുപ്യ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നു. ഏത് വഴികൾ? ചെറിയ വഴികളുണ്ടല്ലോ, അതെല്ലാം അടയ്ക്കാനുള്ള പരിപാടി. ചെറിയ വഴികൾ ഇങ്ങോട്ട് ആരും കയറ്റൂല. ഈ റൂട്ടിൽ കൂടെ അങ്ങനെ വണ്ടികൾ അടച്ച് സമരം ചെയ്യാനുള്ളത്. അല്ലാണ്ട് മാർഗമില്ലല്ലോ അധികാരികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതന്നെ തീർച്ചയായിട്ടും. അല്ല, ഇത് ആദ്യം പറഞ്ഞത് MLA പിന്നെ MP ഫണ്ട് അങ്ങനെ പറഞ്ഞു പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞോ. ടൈസൺ മാഷ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്തോ ഇവര് പറഞ്ഞത് പഞ്ചായത്ത് പറഞ്ഞത് അന്വേഷിച്ച പറഞ്ഞത് മാഷെ കൊണ്ടായി ഫണ്ട് പിൻവലിച്ചാൽ അവര് ചെയ്യാന്ന് പറഞ്ഞു. അതല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിലൊക്കെ പോയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീമൊക്കെ പോയിരുന്നു. പിന്നെ ഇപ്പൊ പുതിയ MLA വത്സരാജിന്റെ അടുത്ത് വന്നപ്പോ വത്സരാജ് പറയണ ഇതിനെപ്പറ്റി പഠിക്കട്ടെ. കാരണം പഞ്ചായത്തുകാർ പറയുന്നത് ഇങ്ങനെ ടൈസൺ മാഷ് ഉണ്ടായിരുന്നു പറഞ്ഞ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തുകാർ പറയുന്നത് ഫണ്ട് അങ്ങനെ കിട്ടിയിട്ടില്ല, അത് കൊട്ടേഷൻ എടുക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ വത്സരാജ് പറയണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കട്ടെ എന്ന് പറയുന്നത്. ഇവിടെ ഇത് പൊളിഞ്ഞിട്ട് 10 വർഷത്തോളമായിട്ടുണ്ട്. പണി കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ കോൺട്രാക്ട് എടുത്തിട്ട് 15 കൊല്ലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 സീസൺ വന്നിട്ടും ഇവിടെ പണി നടന്നിട്ടില്ല. ഇവിടെ ഇതൊന്ന് എടുത്ത് നോക്കും, നിങ്ങൾ എടുത്തോ. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ വെള്ളക്കെട്ട് വന്നപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് പ്രശ്നം ഉണ്ടായി. അപ്പോൾ കുറച്ച് കോറി വേസ്റ്റ് അടിച്ചിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന കണ്ടീഷൻ. മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കയ്യൊടിയിൽ മാത്രല്ല, ഇവിടെ എത്ര പെണ്ണുങ്ങൾ വീണു വെള്ളത്തിലേക്ക്. ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അറിയണില്ലല്ലോ. സാധാരണ ആൾക്കാർ ഇങ്ങനെ ഓടിച്ചു പോകും, കുഴിയിൽ വീഴുക. MLA ഫണ്ട് പാസ്സാക്കിയിട്ട് കോൺട്രാക്ട് എടുക്കാനാവില്ല. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടൂല. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കിട്ടണത്. ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ എടുക്കണില്ല. പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഫണ്ടും കിട്ടും. ഒരുപാട് കാലമായി 3 കൊല്ലോ 4 കൊല്ലത്തോളമായിട്ടുണ്ട് നമ്മുടെ കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിലേക്കുള്ള റോഡ്, കൊപ്രക്കളത്ത് നിന്ന് പടിഞ്ഞാട്ട് പഞ്ഞമ്പള്ളി വരെയുള്ള റോഡ് വളരെ മോശമായി കിടക്കായിരുന്നു. അതൊരു 1.5 കൊല്ലം മുമ്പ് കുറച്ച് ഭാഗം നമ്മുടെ സലഫിനോടം വരെ MLA ഫണ്ട് ഉപയോഗിച്ച് പണിത് എന്ന് പറഞ്ഞതിന് ശേഷം പടിഞ്ഞാട്ട് പിന്നെ ഒരു ഇത് നടത്തിയിട്ടില്ല.
അതുകൂടാതെ കുറേ കല്ലിട്ട് അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടിട്ട് വണ്ടികൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഷാവുക്കാട പറമ്പിൻ്റെ ആ വളവിലുള്ള കുറച്ച് ഭാഗം മാത്രം കട്ട വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പടിഞ്ഞാട്ട് പോകണമെങ്കിൽ ഞങ്ങൾ തീരെ ഓട്ടോ വിളിച്ചാൽ പോകാറില്ല. കാരണം പഞ്ഞമ്പള്ളി വരെ ഒരു ഓട്ടം പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആവുന്നത് മാത്രമല്ല, നമുക്ക് ശാരീരികമായി തണ്ടൽ വേദന ആയാലും കൈകാൽ കഴപ്പായാലും വരുന്നതിൻ്റെ പേരിൽ വണ്ടികളൊന്നും പോകാൻ കൂട്ടാക്കാറില്ല. ഇപ്പോൾ ബസ്സുകാരും നിർത്തി. പല പ്രാവശ്യം പഞ്ചായത്ത് മെമ്പർമാരോടും അതുകൂടാതെ MLA നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, അപ്പോൾ അടുത്ത് ശരിയാവും എന്ന് പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബസ്സുകാർ കൂടെ പടിഞ്ഞാട്ട് വരാതായതോടെ ഈ കൂരുക്കിലുള്ള ജനങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്, കാണും എന്ന് വിചാരിക്കുന്നു. ബന്ധപ്പെട്ടവരിലേക്ക് എല്ലാവരും ഇതറിയിക്കണം എന്ന് മാത്രം പറയാനുള്ളൂ. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കണം. ആ കൂട്ടായ്മയിലൂടെ വലിയ വലിയ സമരങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെ കൊണ്ട്, നമ്മൾ നാട്ടിൽ പറയില്ലേ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ റോഡിന് ജനപ്രതിനിധികൾ ഈ റോഡിനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സമരങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. രാഷ്ട്രീയം നോക്കാതെ കുരുക്കുയിലെ ജനങ്ങൾ ഒരു കൂട്ടായ്മയ്ക്ക്, ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തതിൽ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. പരമാവധി നമുക്ക് ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തിക്കാം.